perform engine component assembly procedures, testing cylinder compression, checking idle speed, removing and replacing cam belt, inspecting and adjusting an engine drive belt, replacing an engine drive belt. ഹലോ, എൻ്റെ പേര് ഷീന. ഈ മോഡ്യൂളിൽ ഞങ്ങൾ എഞ്ചിൻ കോമ്പോണന്റുകളുടെ അസംബ്ലി പ്രൊസീജിയർ നടത്താൻ പോകുന്നു. സിലിണ്ടർ കംപ്രഷൻ പരിശോധിക്കൽ, ഐഡിൽ സ്പീഡ് പരിശോധിക്കൽ, ഒരു ക്യാം ബെൽറ്റ് റിമൂവ് ചെയ്യുന്നതും റീപ്ലേസ് ചെയ്യുന്നതും, ഒരു എഞ്ചിൻ ഡ്രൈവ് ബെൽറ്റ് ഇൻസ്പെക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യൽ, ഒരു എഞ്ചിൻ ഡ്രൈവ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യൽ. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് സാധിക്കുന്നത് കംപ്രഷൻ പ്രഷർ പരിശോധിക്കാൻ, ഒരു ക്യാം ബെൽറ്റ് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യാൻ, ഒരു എഞ്ചിൻ ഡ്രൈവ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആവശ്യമായ എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ, ടൂളുകൾ എന്നിവ നോക്കാം. ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും: ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം, കംപ്രഷൻ ഗേജ് ഒരെണ്ണം, മാലറ്റ് ഒരെണ്ണം, ഡ്രിഫ്റ്റ് പഞ്ച് ഒരെണ്ണം, ടോർക്ക് റെഞ്ച് ഒരെണ്ണം, പുള്ളർ ഒരെണ്ണം. ആവശ്യമായ എക്വിപ്മെന്റുകളും മെഷീനറികളും: മൾട്ടി സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ഒരെണ്ണം, മെറ്റീരിയലുകൾ: ട്രേ ഒരെണ്ണം, കോട്ടൺ ക്ലോത്ത്, മണ്ണെണ്ണ, സോപ്പ് ഓയിൽ, ലൂബ് ഓയിൽ, ഡീസൽ, എഞ്ചിൻ ഡ്രൈവ് ബെൽറ്റ്, ടൈമിംഗ് ബെൽറ്റ്. നമ്മുടെ ആദ്യ ടാസ്കിൽ നിന്ന് തുടങ്ങാം. ടാസ്ക് 1: കംപ്രഷൻ പ്രഷർ പരിശോധിക്കുക. ആദ്യം നമുക്ക് റേഡിയേറ്ററിലെ വാട്ടർ ലെവൽ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യാം. തുടർന്ന് എഞ്ചിൻ ഓയിൽ ലെവൽ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുക. ഇപ്പോൾ ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് ലെവൽ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ടോപ്പ് അപ്പ് ചെയ്യുക. മെയിൻ സ്വിച്ചിൽ കീ ഇൻസേർട്ട് ചെയ്ത് പ്രസ് ചെയ്ത് ഓൺ പൊസിഷനിലേക്ക് തിരിക്കുക. ഇൻസ്ട്രുമെന്റ് പാനലിലെ അമ്മീറ്റർ നിരീക്ഷിക്കുക. മീറ്ററിന്റെ ഇൻഡിക്കേറ്റർ മീറ്ററിന്റെ ഡിസ്ചാർജ് സൈഡിൽ സൈഡ് ചെറുതായി നീങ്ങും. ഇഗ്നിഷൻ ബൾബ് ചുവപ്പ് നിറത്തിൽ പ്രകാശിക്കും. ഓയിൽ പ്രഷർ ഇൻഡിക്കേറ്റർ പ്രകാശിക്കുകയും ചെയ്യും. ഫ്യൂവൽ ഗേജ് നിരീക്ഷിക്കുക. ഇൻഡിക്കേറ്റർ ടാങ്കിലെ ഫ്യൂവൽ എംറ്റിയിൽ നിന്ന് ഫുൾ ആകുന്നതായി കാണിക്കും. ഫ്യൂവൽ ടാങ്കിലെ ഫ്യൂവലിന്റെ അളവ് ശ്രദ്ധിക്കുക. ആക്സിലറേറ്റർ ലിവർ മുഴുവനായി അമർത്തുക. സ്റ്റാർട്ടർ ബട്ടൺ അമർത്തുക അല്ലെങ്കിൽ ഇഗ്നിഷൻ കീ കൂടുതൽ തിരിക്കുകയും എഞ്ചിൻ ക്രാങ്ക് ചെയ്യുകയും ചെയ്യുക. എഞ്ചിൻ സ്റ്റാർട്ട് ആയ ഉടൻ സ്റ്റാർട്ടർ ബട്ടൺ കീ റിലീസ് ചെയ്യുക. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ടർ സ്വിച്ചിൽ തുടരുത്. എഞ്ചിൻ ഉടൻ സ്റ്റാർട്ട് ആയില്ലെങ്കിൽ സ്റ്റാർട്ടർ ബട്ടൺ അമർത്തിക്കൊണ്ടിരിക്കുകയോ 10 സെക്കൻഡിൽ കൂടുതൽ കീ തിരിക്കുകയോ ചെയ്യരുത്. അല്ലാത്തപക്ഷം ബാറ്ററി ഡിസ്ചാർജ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഫ്ലൈ വീൽ റിംഗിന്റെയും പിനിയന്റെയും പല്ലുകൾ കേടാകുകയോ സെൽഫ് സ്റ്റാർട്ടർ മോട്ടോറിന് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യും. നമുക്ക് എഞ്ചിൻ RPM ഉയർത്താം. സ്ഥിരമായി എഞ്ചിൻ ചൂടാക്കാൻ അനുവദിക്കുക. അമ്മീറ്റർ നിരീക്ഷിക്കുക. പോസിറ്റീവ് സൈഡിലുള്ള ഇൻഡിക്കേറ്റർ ബാറ്ററിയുടെ ചാർജിംഗ് കാണിക്കുന്നു. ഓയിൽ പ്രഷർ ഇൻഡിക്കേറ്റർ നിരീക്ഷിക്കുക. ടെമ്പറേച്ചർ ഗേജിൽ വാട്ടർ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുക. ഫുൾ ത്രോട്ടിൽ മുറുക്കി ഓയിൽ പ്രഷർ രേഖപ്പെടുത്തുക. മാനുഫാക്ചറിന്റെ സ്പെസിഫിക്കേഷനുമായി കണ്ടെത്തിയ ഒബ്സർവേഷനുകൾ താരതമ്യം ചെയ്യുക. ഫുൾ ത്രോട്ടിലേക്ക് ആക്സിലറേറ്റർ സാവധാനം അമർത്തി എക്സ്ഹോസ്റ്റ് സ്മോക്ക് നിരീക്ഷിക്കുക.
സ്മോക്കിന്റെ നിറം കറുപ്പ്, വെളുപ്പ്, നീല എന്നിവയിലേതാണെന്ന് രേഖപ്പെടുത്തുക. വർക്കിംഗ് ടെമ്പറേച്ചറിൽ കൊണ്ടുവരാൻ കുറച്ച് മിനിറ്റ് ഐഡിൽ സ്പീഡിൽ ഇത് പ്രവർത്തിപ്പിക്കുക. ഇഞ്ചക്ടർ 1-2 ടേൺ അഴിച്ച് ഇഞ്ചക്ടറുകൾക്ക് ചുറ്റുമുള്ള കാർബണും പൊടിയും ഊതി മാറ്റാൻ എഞ്ചിൻ ക്രാങ്ക് ചെയ്യുക. എല്ലാ ഇഞ്ചക്ടറുകളും നീക്കം ചെയ്യുക. ഡ്രൈ ടെസ്റ്റ്. ആദ്യത്തെ സിലിണ്ടറിൽ കംപ്രഷൻ ഗേജ് 1 ഇൻസ്റ്റാൾ ചെയ്യുക. ആക്സിലറേറ്റർ ലിവർ അമർത്തുക. സ്റ്റാർട്ടർ മോട്ടോർ ഉപയോഗിച്ച് എഞ്ചിൻ ക്രാങ്ക് ചെയ്യുക. കംപ്രഷൻ ഗേജിലെ ഹൈ പ്രഷർ റീഡ് ചെയ്യുക. റീഡിംഗ് നോട്ട് ചെയ്ത് കംപ്രഷൻ ഗേജിൽ നിന്നുള്ള പ്രഷർ റിലീസ് ചെയ്യുക. ശേഷിക്കുന്ന എല്ലാ സിലിണ്ടറുകൾക്കായി പ്രൊസീജിയർ ആവർത്തിക്കുകയും റീഡിംഗ് രേഖപ്പെടുത്തുകയും ചെയ്യുക. വെറ്റ് ടെസ്റ്റ്. ആദ്യത്തെ സിലിണ്ടറിൽ 10 മില്ലി എഞ്ചിൻ ഓയിൽ ഒഴിക്കുക. പിസ്റ്റണിലും പിസ്റ്റൺ റിങ്ങിലും ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്നതിന് എഞ്ചിൻ ക്രാങ്ക് ചെയ്യുക. മുകളിലെ സ്റ്റെപ്പുകളിൽ നൽകിയിരിക്കുന്നതുപോലെ കംപ്രഷൻ പ്രഷർ റീഡിംഗ് എടുക്കുന്നതിനുള്ള പ്രൊസീജിയർ ആവർത്തിക്കുക. ഓരോ സിലിണ്ടറിലും ഓയിൽ ഒഴിച്ച് എല്ലാ സിലിണ്ടറുകളുടെയും റീഡിംഗ് എടുക്കുക. ഡ്രൈ ആൻഡ് വെറ്റ് ടെസ്റ്റുകളിലെ റീഡിംഗുകളുടെ വ്യത്യാസം ശ്രദ്ധിക്കുക. എല്ലാ ഇഞ്ചക്ടറുകളും റീപ്ലേസ് ചെയ്യുക. നിർദ്ദേശിക്കുന്ന ടോർക്കിൽ ടൈറ്റ് ചെയ്യുക. ഫ്യൂവൽ പൈപ്പ് ലൈനുകൾ ഘടിപ്പിച്ച് അത് ബ്ലീഡ് ചെയ്യുക. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഇഞ്ചക്ടറുകളിൽ ലീക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഐഡിൽ സ്പീഡിലുള്ള എഞ്ചിന്റെ വൈബ്രേഷൻ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ എഞ്ചിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ ഇഞ്ചക്ടറുകൾ ഓവർഹോൾ ചെയ്യുക. ആവശ്യമെങ്കിൽ ഇഞ്ചക്ടറുകൾ റീഫിറ്റ് ചെയ്ത് ഫ്യൂവൽ ലൈനുകൾ കണക്ട് ചെയ്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക. അടുത്തതായി നമ്മൾ പോകുന്നത് ടാസ്ക് 2 ക്യാം ബെൽറ്റ് നീക്കം ചെയ്യുകയും മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുക. ആദ്യം എഞ്ചിൻ തിരിച്ച് ടൈമിംഗ് പോയിന്ററുമായി ടൈമിംഗ് മാർക്കുകൾ യോജിപ്പിക്കുക. ടൈമിംഗ് കവറുമായി ബന്ധപ്പെട്ട പോയിന്ററിന്റെ പൊസിഷൻ അടയാളപ്പെടുത്തുക. ഫ്ലൈ വീൽ റൊട്ടേഷൻ തടയാൻ ഫ്ലൈ വീൽ റിംഗ് ഗിയറിനും ക്രാങ്ക് കേസിനും ഇടയിൽ ഒരു മരം കഷ്ണം വയ്ക്കുക. ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളി നട്ട് റിമൂവ് ചെയ്യുക. പുള്ളർ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളിയിൽ വയ്ക്കുക. ഡിസ്റ്റൻസ് പീസ് ക്രാങ്ക് ഷാഫ്റ്റ് ത്രെഡിനുള്ളിൽ ഇരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. പുള്ളർ വയ്ക്കുക. പുള്ളറിന്റെ ഫ്ലേഞ്ച് പുള്ളിക്ക് സമാന്തരമായി വയ്ക്കുക. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് പുള്ളി പുറത്തുവരുന്നതുവരെ സെന്റർ ബോൾട്ട് ടൈറ്റ് ചെയ്യുക. ഡയഗണലായി എതിർവശത്തുള്ള മൗണ്ടിംഗ് സ്ക്രൂകൾ അഴിച്ചുമാറ്റിക്കൊണ്ട് ടൈമിംഗ് കവർ റിമൂവ് ചെയ്യുക. ഗ്യാസ്കറ്റ്, ഓയിൽ സീൽ എന്നിവ നീക്കം ചെയ്യുക. ടൈമിംഗ് ബെൽറ്റ് ടെൻഷനിംഗ് പുള്ളിയുടെ മൗണ്ടിംഗ് റിമൂവ് ചെയ്യുക. ബെൽറ്റ് ടെൻഷനിംഗ് പുള്ളി റിമൂവ് ചെയ്യുക. ടൈമിംഗ് പുള്ളിയിൽ നിന്നും ക്രാങ്ക് പുള്ളിയിൽ നിന്നും ടൈമിംഗ് ബെൽറ്റ് റിമൂവ് ചെയ്യുക. ഡിഫക്റ്റുകൾക്കായി ടൈമിംഗ് ബെൽറ്റ് പരിശോധിക്കുക. ടൈമിംഗ് പുള്ളി, ക്രാങ്ക് പുള്ളി, ബെൽറ്റ് ടെൻഷൻ പുള്ളി എന്നിവ വൃത്തിയാക്കുക. ക്യാം ഷാഫ്റ്റിന്റെയും ക്രാങ്ക് ഷാഫ്റ്റിന്റെയും ഓയിൽ സീൽ പരിശോധിക്കുക. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ക്രാങ്ക് ഷാഫ്റ്റ് ഓയിൽ സീലുകളിൽ നിന്നും ഓയിൽ ലീക്ക് ഇല്ലെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ എഞ്ചിന്റെ ടൈമിംഗ് ബെൽറ്റിന്റെ ശരിയായ സൈസ് തിരഞ്ഞെടുക്കുക. ടൈമിംഗ് പുള്ളി, ഡ്രൈവ് ബെൽറ്റ് ശരിയാക്കുക. ഫ്ലൈ വീൽ, വൈബ്രേഷൻ ഡാമ്പർ, ക്യാം ഷാഫ്റ്റ്, ടൈമിംഗ് പുള്ളി എന്നിവയിലെ ടൈമിംഗ് മാർക്കുകൾ ഒരുപോലെ ആക്കുക. ശരിയായ ബെൽറ്റ് ടെൻഷനു വേണ്ടി ടൈമിംഗ് ബെൽറ്റ് ടെൻഷൻ പുള്ളി അഡ്ജസ്റ്റ് ചെയ്യുക. എഞ്ചിൻ ക്രാങ്ക് ചെയ്ത് ടൈമിംഗ് ബെൽറ്റ് ടെൻഷൻ പരിശോധിക്കുക. ടൈമിംഗ് കവർ ഗാസ്കറ്റിൽ പശ പ്രയോഗിച്ച് ടൈമിംഗ് കവറിൽ ഗാസ്കറ്റ് ഫിക്സ് ചെയ്യുക. ടൈമിംഗ് കവർ ഫിക്സ് ചെയ്ത് കറക്റ്റ് ടൈറ്റിൽ ബോൾട്ടുകൾ മൗണ്ട് ചെയ്യുക. ക്രാങ്ക് പുള്ളിയും നട്ടും മൗണ്ട് ചെയ്യുക. ടോർക്ക് റെഞ്ചിന്റെ സഹായത്തോടെ സ്പെസിഫിക് ടോർക്കിൽ നട്ട് മുറുക്കുക. പ്രൊസീജിയർ. ടാസ്ക് 3 ഒരു എഞ്ചിൻ ഡ്രൈവ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ബാറ്ററി നെഗറ്റീവ് ടെർമിനൽ ഡിസ്കണക്ട് ചെയ്യുക. ആൾട്ടർനേറ്റർ മൗണ്ടിംഗ് അഴിക്കുക. ലിങ്ക് ബ്രാക്കറ്റിൽ നട്ടുകൾ അഴിക്കുക. ഡ്രൈവും ഡ്രൈവർ പുള്ളി വീലും പരിശോധിക്കുക. സൈഡ്വേ മൂവ്മെന്റും ബെയറിംഗ് ഫ്രീ റൊട്ടേഷനും പരിശോധിക്കുക. അമിതമായ തേയ്മാനം, ക്രാക്കുകൾ എന്നിവയ്ക്കായി ബെൽറ്റ് പരിശോധിക്കുക.
റീപ്ലേസ്മെന്റ് ബെൽറ്റിന്റെ ശരിയായ സൈസും ടൈപ്പും തിരഞ്ഞെടുക്കുക. പുതിയ ബെൽറ്റുമായി താരതമ്യം ചെയ്യുക. ശ്രദ്ധിക്കുക, പഴയ ബെൽറ്റ് ഉപയോഗം കാരണം അയവ് വന്നിട്ടുണ്ടാവും. പുതിയ ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഗ്രൂവിൽ ശരിയായി വച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പുള്ളർ ഗ്രോവിൽ വിഡ്ത്തിലും സ്ക്വയറിലും അലൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശരിയായി വിന്യസിച്ചിട്ടില്ലെങ്കിൽ ഹീലുകളിലുള്ള പുള്ളി കാരണം ബെൽറ്റ് തെറിച്ചെറിയപ്പെടും. ശരിയായ ടെൻഷൻ ലഭിക്കുന്നതുവരെ അനുയോജ്യമായ ലിവർ ഉപയോഗിച്ച് ആൾട്ടർനേറ്റർ എഞ്ചിനിൽ നിന്ന് പുഷ് ചെയ്ത് മാറ്റുക. നിർദ്ദേശം അനുസരിച്ച് ഒരു ടെൻഷൻ ഗേജ് ഉപയോഗിച്ച് ഇത് പരിശോധിക്കുക. ആൾട്ടർനേറ്റർ മൗണ്ടിംഗും ബ്രാക്കറ്റ് നട്ട് അല്ലെങ്കിൽ ബോൾട്ടുകളും ടൈറ്റ് ചെയ്യുക. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുക. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ബെൽറ്റ് നിരീക്ഷിക്കുക. അത് ശരിയായ ടെൻഷനോടെയാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പാക്കുക. ആവശ്യമെങ്കിൽ എഞ്ചിൻ ഡ്രൈവ് ബെൽറ്റ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് കംപ്രഷൻ പ്രഷർ പരിശോധിക്കുക, ഒരു ക്യാം ബെൽറ്റ് റിമൂവ് ചെയ്യലും റീപ്ലേസ് ചെയ്യലും, ഒരു എഞ്ചിൻ ഡ്രൈവ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയും റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ എഞ്ചിൻ കോമ്പോണന്റുകളുടെ അസംബ്ലി പ്രൊസീജിയർ നടത്താൻ നമ്മൾ പഠിച്ചു. സിലിണ്ടർ കംപ്രഷൻ പരിശോധിക്കൽ, ഐഡിയൽ സ്പീഡ് പരിശോധിക്കൽ, ഒരു ക്യാം ബെൽറ്റ് റിമൂവ് ചെയ്യലും റീപ്ലേസ് ചെയ്യലും, ഒരു എഞ്ചിൻ ഡ്രൈവ് ബെൽറ്റ് പരിശോധിച്ച് അഡ്ജസ്റ്റ് ചെയ്യൽ, ഒരു എഞ്ചിൻ ഡ്രൈവ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യൽ. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. താങ്ക് യു.